കോഴിക്കോട് ജില്ലയിലെ ഒഞ്ചിയം മാടാക്കര പള്ളിയിൽ പോലീസ് കയറി. UDF സർക്കാരാണ് അധികാരത്തിൽ. രമേശ് ചെന്നിത്തലയാണ് ആഭ്യന്തര വകുപ്പ് മന്ത്രി. മുസ്ലിം ലീഗ് UDFിലെ പ്രധാന ഘടകകക്ഷിയാണ്. മുസ്ലിം ലീഗിൻ്റെ മന്ത്രിമാരുണ്ട് മന്ത്രിസഭയിൽ. മുസ്ലിം പള്ളിയിലാണ് പോലീസ് കയറിയത്, അതും ബൂട്ടിട്ട്. സാധാരണ പള്ളിക്കകത്ത് ചെരുപ്പിട്ട് ആരും കയറാറില്ല. പക്ഷേ പോലീസ് കയറിയത് ബൂട്ടിട്ടിട്ടാണ്. ഇതിനെതിരെ വ്യാപകമായ പ്രതിഷേധം ഉയർന്നു വരുന്നുണ്ട്. രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള തർക്കം അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പോലീസ് കയറിയത് എന്നാണ് പോലീസ് നൽകുന്ന വിശദീകരണം. നിസ്സാര തർക്കമാണ് ഉണ്ടായിരുന്നത്. തർക്കം പരിഹരിക്കാൻ പോലീസ് കയറേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല എന്നാണ് പ്രാദേശിക ലീഗ് നേതാക്കൾ പറയുന്നത്. രണ്ട് വിഭാഗങ്ങൾ തമ്മിലാണ് തർക്കം. രണ്ട് വിഭാഗങ്ങളും മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകരാണ്. ഒന്ന് പ്രമാണികളാണ്, മറ്റൊന്ന് സാധാരണക്കാരാണ്. പ്രമാണികൾക്കായിരുന്നു പള്ളിയുടെ ഭരണമുണ്ടായിരുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പ്രമാണികളെ തോൽപ്പിച്ച് താരതമ്യേന സാധാരണക്കാരായ മുസ്ലിം ലീഗ് പ്രവർത്തകർ പള്ളി ഭരണം പിടിച്ചു. അതോടുകൂടിയാണ് തർക്കം തുടങ്ങിയത്. ആ തർക്കമാണ് ഇപ്പോൾ പോലീസ് പള്ളിയിൽ കയറുന്ന സ്ഥിതിയിലേക്ക് എത്തിയത്. നിസ്സാര തർക്കമാണ് ഉണ്ടായത് എന്നും പോലീസ് കയറേണ്ട യാതൊരു ആവശ്യവുമില്ലായിരുന്നു എന്നുമാണ് മുസ്ലിം ലീഗ് നേതാക്കൾ പറയുന്നത്. 3 MLA-മാർ പ്രസ്താവനയുമായി രംഗത്ത് വന്നിട്ടുണ്ട്. 3 UDFിൻ്റെ MLA-മാർ, 2 പേർ മുസ്ലിം ലീഗിൻ്റെ MLA-മാരാണ്. മൂന്നാമത്തെ MLA KK രമയും. എന്താണ് പ്രസ്താവനയിൽ പറയുന്നത്? ഒഞ്ചിയം മാടാക്കര പള്ളിയിൽ നിസാര തർക്കത്തെ പഴുതായെടുത്ത് വിശ്വാസികൾക്ക് നേരെ അക്രമം അഴിച്ചുവിട്ട പോലീസുകാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് MA റസാഖ് മാസ്റ്റർ MLA-യും ജനറൽ സെക്രട്ടറി TT ഇസ്മയിലും ആവശ്യപ്പെട്ടു. റസാഖ് മാസ്റ്റർ MLA-ആണ്, മുസ്ലിം ലീഗിൻ്റെ MLA-ആണ്. അദ്ദേഹമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. വെറും MLA മാത്രമല്ല, അദ്ദേഹം മുസ്ലിം ലീഗിൻ്റെ ജില്ലാ പ്രസിഡന്റ് കൂടിയാണ്, കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ്. ഈ പ്രസ്താവനയിൽ ഏറ്റവും അവസാന ഭാഗത്താണ് രസകരമായ ഒരു ഭാഗമുള്ളത്. അതിങ്ങനെയാണ്: നേരത്തെയും പല പരാതികളും ഉയർന്നു വന്ന CPM മനസ്സുള്ള ഈ പോലീസുകാരൻ ഭരണം മാറിയതുപോലും അറിയാതെ പഴയ സംഘപരിവാർ ദാസ്യം പുറത്തെടുത്തുവെന്നാണ് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. പള്ളിക്കകത്തുണ്ടായിരുന്നവരുടെ സംയമനമാണ് സംഘർഷം ഒഴിവാക്കിയതും ആ ഹീന മനസ്സിന് ഉടമയായ പോലീസുകാരൻ്റെയും അദ്ദേഹത്തിന് കൊട്ടേഷൻ കൊടുത്തവരുടെയും ഇംഗിതം പാളിപ്പോയതും എന്ന് പറഞ്ഞാണ് പ്രസ്താവന അവസാനിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ പോലീസുകാർക്കെതിരെ നടപടി വേണം എന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇനി KK രമയുടെ ആവശ്യം ഇങ്ങനെയാണ്: കണ്ണൂക്കര മാടാക്കര പള്ളിയിൽ വിശ്വാസികൾക്ക് നേരെയുണ്ടായ പോലീസ് അതിക്രമത്തിൽ ആഭ്യന്തര വകുപ്പ് ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് KK രമ MLA. വിശ്വാസികൾക്കിടയിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ സംയമനത്തോടെ പരിഹരിക്കാതെ ആരാധനാലയങ്ങളിൽ കയറി അതിക്രമം കാണിക്കുന്നത് അനുവദിക്കാൻ കഴിയില്ല എന്നാണ് KK രമ പറയുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു MLA-യുടെയും കൂടി പ്രസ്താവന വന്നിട്ടുണ്ട്. ഒഞ്ചിയം മാടാക്കരയിലെ ആരാധനാലയത്തിൽ ചൊമ്പാല പോലീസ് കാണിച്ച അതിക്രമം അങ്ങേയറ്റം അപലപനീയമാണെന്നും അഴിഞ്ഞാട്ടം വെച്ചു പൊറുപ്പിക്കാനാവില്ലെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി പാറക്കൽ അബ്ദുള്ള MLA. വർഷങ്ങളായി ചില തർക്കങ്ങൾ പള്ളി കമ്മിറ്റിയിൽ ഉണ്ടാകാറുണ്ട്. അതൊക്കെ അതത് സമയത്ത് പരസ്പരം സംസാരിച്ച് തീർക്കാറാണ്. ഇന്നലെ നബിദിന പരിപാടിയെ സംബന്ധിച്ച് ആലോചിക്കാൻ വിശ്വാസികൾ പള്ളിക്കകത്ത് ഇരിക്കുമ്പോഴാണ് യാതൊരു പ്രകോപനവുമില്ലാതെ ചോമ്പാല CAയുടെ നേതൃത്വത്തിൽ സായുധ പോലീസ് പള്ളിക്കകത്ത് അതിക്രമിച്ച് കടന്ന് നിരപരാധികളായ വിശ്വാസികൾക്കെതിരെ പള്ളിക്കകത്ത് വെച്ച് ലാത്തി ചാർജ് ചെയ്തത് എന്ന് പറഞ്ഞ് പോകുന്നു പാറക്കൽ അബ്ദുള്ള MLA-യുടെ പ്രസ്താവനയും. 3 പ്രസ്താവനയും വന്നിരിക്കുന്നത് ചന്ദ്രിക ദിനപത്രത്തിലാണ് എന്നുകൂടി ഓർക്കണം. എന്ന് വച്ചാൽ മുസ്ലിം ലീഗിൻ്റെ മുഖപത്രമായ ചന്ദ്രികയിലാണ് പ്രസ്താവനകൾ വന്നിരിക്കുന്നത്. മുസ്ലിം ലീഗ് ഒരു നിലപാട് എടുത്തിട്ടുണ്ട് എന്നർത്ഥം. പോലീസുകാർക്കെതിരെ നടപടി വേണം എന്ന്. നടപടി എടുക്കുമോ ആഭ്യന്തര വകുപ്പ് എന്നാണ് ഇനി അറിയാനുള്ളത്. മുസ്ലിം ലീഗിൻ്റെ ആവശ്യത്തിന് ആഭ്യന്തര വകുപ്പ് വഴങ്ങുമോ എന്നതാണ് വലിയ ചോദ്യം. ആ ചോദ്യത്തിനുള്ള ഉത്തരം പറയേണ്ടത് ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ്. അതിനു മുകളിൽ മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി നിർദ്ദേശം കൊടുക്കുമോ ആഭ്യന്തര വകുപ്പിന്? അതല്ല ആഭ്യന്തര വകുപ്പ് സ്വന്തം നിലയിൽ തീരുമാനമെടുക്കുമോ എന്നൊക്കെ ഇനി അറിയേണ്ടതുണ്ട്. പള്ളിയിൽ പോലീസ് കയറുക എന്നത് കഴിഞ്ഞ 10 വർഷം ഉണ്ടായിട്ടില്ല എന്ന് CPIM-ന്റെ സൈബർ ഇടങ്ങളിൽ ചർച്ച തുടങ്ങിയിട്ടുണ്ട്. CPM നേതാക്കൾ തന്നെ അത് പറയുന്നുണ്ട്. ആരാധനാലയങ്ങളിൽ പോലീസിനെ കയറ്റുക എന്നത് LDF-ന്റെ നയമല്ല, അങ്ങനെ ഒരു സംഭവം പോലും ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല എന്ന്. UDF അധികാരത്തിൽ വന്നു, 3 മാസം കഴിഞ്ഞതേയുള്ളൂ. പള്ളിയിൽ പോലീസ് കയറി, അതും
ചെരുപ്പിട്ട് ബൂട്ടിട്ട്, അതാണ് പ്രശ്നം. അത് കഴുകിക്കളഞ്ഞാൽ പോരെ എന്നൊക്കെ ഇപ്പോൾ സർക്കാരിൻ്റെ ന്യായീകരണ വിഭാഗം പോസ്റ്റുകൾ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. അത് വലിയ പ്രശ്നമാക്കേണ്ട കാര്യമില്ല, തർക്കമുണ്ടായതാണ്, അടിയുണ്ടായതുകൊണ്ടാണ് പോലീസ് കയറേണ്ടി വന്നത്. അത്തരം സാഹചര്യങ്ങളിൽ പോലീസിന് കയറേണ്ടി വരും. ബൂട്ടിട്ട് കയറിയിട്ടുണ്ടെങ്കിൽ ചളി പറ്റിയാൽ അത് കഴുകിക്കളഞ്ഞാൽ മതി എന്നാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ മുസ്ലിം ലീഗിൻ്റെ അണികൾ സോഷ്യൽ മീഡിയയിലൂടെ പറയുന്നത്. എന്തായാലും അത് അവിടെ നടക്കട്ടെ, ന്യായീകരണം ഒരു ഭാഗത്തും എതിർപ്പുമുണ്ടാകട്ടെ. പ്രശ്നമതല്ല. മുസ്ലിം ലീഗ് നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. ആ നിലപാട് അംഗീകരിക്കുമ്പോൾ സർക്കാർ പോലീസിനെതിരെ നടപടി ഉണ്ടാകുമോ? അതാണ് അറിയേണ്ടത്. CCTV ദൃശ്യങ്ങളിൽ നിന്ന് കാര്യങ്ങൾ വ്യക്തമാകുന്നുണ്ട്. തമ്മിലടിയൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. അവിടെ ഒരു പ്രതിഷേധ സമരം, പള്ളിക്കകത്ത് ഇരുന്നു കൊണ്ടുള്ള പ്രതിഷേധ സമരം നടക്കുകയാണ്. അവരെ എടുത്തുകൊണ്ടുപോകാനാണ് പോലീസ് കയറിയത്. അവർ അവിടെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചാൽ മതി. അല്ലാതെ അവിടെ പോലീസ് കയറേണ്ട. അത്രയും രൂക്ഷമായ സംഘർഷം, പരസ്പരം ഏറ്റുമുട്ടൽ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് CCTV ദൃശ്യങ്ങൾ തന്നെ പറയുന്നുണ്ട്. എന്നിരുന്നാലും പ്രശ്നം മറ്റു തലത്തിലേക്ക്, രാഷ്ട്രീയ തലത്തിലേക്ക് നീങ്ങിയിട്ടുണ്ട്. മുസ്ലിം ലീഗ് ഇടപെട്ടതോടുകൂടി, മുസ്ലിം ലീഗ് പ്രസ്താവന ഇറക്കിയതോടുകൂടി ആ നിലപാടിന് ആഭ്യന്തര വകുപ്പ് വഴങ്ങുമോ? എന്തായിരിക്കും സർക്കാരിൻ്റെ തീരുമാനം?